ഓഗസ്റ്റ് മാസത്തെ നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ദിസ് ഇസ് ദ മന്ത് ഓഫ് സൂപ്പർ നാച്ചുറൽ എക്സലൻസ്. അസാധാരണമായ ഉത്കൃഷ്ടതയുടെ മാസമാണ്. എല്ലാവരും വാഗൊണ്ടത് പറയണം. നിങ്ങളവിടെ പുറകിൽ പറയുന്നത് എനിക്ക് കേൾക്കണം, അതുപോലെ ശബ്ദത്തിൽ. എപ്പോൾ സംസാരിക്കുമ്പോൾ ഇതുപോലെ സംസാരിക്കണം. ഉത്കൃഷ്ടത എന്ന് പറഞ്ഞാൽ മികവ്, ശ്രേഷ്ഠത, ദ ബെസ്റ്റ്. ഈ മാസത്തെ പ്രഖ്യാപനങ്ങൾ വാഗൊണ്ട് നമ്മളെല്ലാവരും പറയാൻ പോവുകയാണ്. എല്ലാവരും പറയും ഇങ്ങനെ മൂളിക്കൊടുക്കും. അപ്പോൾ നിങ്ങളതിൻ്റെ ഭാഗമല്ലെന്നർത്ഥം. മൂളിയെ പോരാ, വ്യക്തമായി സ്ക്രീനിലുണ്ട്, വ്യക്തമായി അത് വാഗൊണ്ട് വേർബലൈസ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ അതുമായി കണക്റ്റഡ് ആകുന്നത്. അത് എൻ്റേത്, അതിനെ കസ്റ്റമൈസ് ചെയ്ത് പേഴ്സണലൈസ് എൻ്റെ ആക്കി മാറ്റുന്നത്. ഓഗസ്റ്റിലെ പ്രാവചനിക പ്രഖ്യാപനങ്ങൾ 1. വെയിറ്റ് ഈ മാസം കർത്താവിനെയല്ല, കർത്താവ് എന്നെ ഉത്കൃഷ്ടതയുടെ ആത്മാവിൽ അഭിഷേകം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ. ഞാൻ ഉത്തമ സ്വഭാവമുള്ളവനും എല്ലാ കഴിവുകളിലും ഒരുക്കപ്പെട്ടവനുമാണ്. ദാനിയേലിന്റെ മേൽ ആവസിച്ചതുപോലെ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ മേൽ ആവസിക്കുന്നു. ഞാൻ ഹൃദയപരമാർത്ഥതയിൽ ജ്ഞാനത്തിലും ജീവിക്കുന്നു. ക്രിസ്തുവിന്റെ മഹത്വത്തിനായി ഞാൻ എല്ലാ ദിവസവും പ്രകാശിക്കും. ഈ മാസത്തെ തീം വേഴ്സ് ദാനിയേൽ 6:3. എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നതുകൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപതിമാരിലും വിശിഷ്ടനായി വിളങ്ങി. രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. ഒരു 4-5 പേർക്കെങ്കിലും കൈ കൊടുത്ത് കുലുക്കി, പറിച്ചെടുക്കരുത്, കുലുക്കിയിട്ട് പറയുക, ഈ മാസം ഉത്കൃഷ്ടതയിലേക്ക് നിങ്ങളെ കർത്താവ് നടത്താൻ പോകുകയാണ്. ഏറ്റവും സൂപ്പർ എക്സലൻസിലേക്ക് കർത്താവ് നിങ്ങളെ നടത്താൻ പോകുകയാണ്. ഹല്ലേലൂയ, സൂപ്പറാക്കി കർത്താവ് നിങ്ങളെ നടത്താൻ പോകുകയാണ്. കുലുക്കി കഴിഞ്ഞാൽ ഇരിക്കുക. റെഡി? ഹിയർ വി ഗോ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വചനങ്ങൾ നമുക്ക് നോക്കാം. രാജ്യമൊക്കെയും ഭരിക്കേണ്ടതിന്, വായിക്കാം. രാജ്യമൊക്കെയും ഭരിക്കേണ്ടതിന് രാജ്യത്തിൻ്റെ മേൽ 120 പ്രധാന ദേശാധിപതികളെയും അവരുടെ മേൽ 3 അധ്യക്ഷന്മാരെയും നിയമിപ്പാൻ ദാര്യാവേശിന് ഇഷ്ടം തോന്നി. ഈ 3-ൽ ദാനിയേൽ ഒരുവനായിരുന്നു. രാജാവിന് നഷ്ടം വരാതിരിക്കേണ്ടതിന് പ്രധാന ദേശാധിപതികൾ ഇവർക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടതായിരുന്നു. എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നതുകൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും വിശിഷ്ടനായി വിളങ്ങി. രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. ചരിത്രം കണ്ടതിൽ ഏറ്റവും വലിയ പ്രവാചകന്മാരിൽ, പ്രത്യേകിച്ച് ദീർഘദർശനം ലഭിച്ച, തൻ്റെ കാലഘട്ടത്തിലുള്ളവർക്ക് വേണ്ടി മാത്രമല്ല, മുന്നോട്ടുള്ള തലമുറകൾ, അതിനുശേഷമുള്ള തലമുറകൾ, കാലാവസാനം വരെ ദർശിച്ച് കാണാനും അത് എഴുതാനും വെളിപാട് ലഭിച്ച ഒരു പ്രാർത്ഥന മനുഷ്യനും പ്രവാചകനുമായിരുന്നു ദാനിയേൽ. ഈ തലമുറയിൽ ഒരു ദാനിയേലായി ജീവിക്കാൻ നിങ്ങളുടെ മേലും ഒരു വിളി കിടപ്പുണ്ട്. എല്ലാവരും കാണുന്നത് കാണാനല്ല, എല്ലാവരും കാണാത്തത് കാണാൻ.
ഞാൻ പറയുന്ന വാക്കുകൾ ഓരോന്നും ശ്രദ്ധിച്ചേക്കണം. എല്ലാവരും കാണുന്നത് കാണാനല്ല, എല്ലാവരും സോഷ്യൽ മീഡിയ കാണുന്നതും അവിടെ കാണുന്ന ഇവിടെ കാണുന്നതല്ല. ആർക്കും കാണാൻ കഴിയാത്തത് കണ്ട് അതിനനുസരിച്ച് ജീവിക്കാനും ചരിത്രത്തെ അതനുസരിച്ച് ഷെയ്പ്പ് ചെയ്യാനും ദൈവവുമായി ബന്ധമുള്ള പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു വ്യക്തിത്വമായി മാറാൻ, പലർക്കും മാർഗനിർദ്ദേശം നൽകാൻ ഒക്കെ ഇവിടെ ഇരിക്കുന്നവർക്കൊരു നിയോഗമുണ്ട്. കൈയടിക്കുന്നതോടൊപ്പം ഒന്ന് പ്രാർത്ഥിച്ച കർത്താവേ, ആ അഭിഷേകം ഇന്ന് എൻ്റെ മേൽ വരട്ടെ. പ്രാർത്ഥിക്കുക. ആ പ്രവചനാത്മാവ്, ആ ഉത്കൃഷ്ടതയുടെ ആത്മാവ് കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദാനിയേലിന്റെ മേലുണ്ടായിരുന്ന ആ ഉത്കൃഷ്ടതയുടെ ആത്മാവ് ഈ കാലഘട്ടത്തിലെ ദാനിയേൽ ഞാനാണ്. കൈകൾ ഉയർത്തിക്കൊണ്ടെന്ന് പറഞ്ഞേ, ഈ കാലഘട്ടത്തിലെ ദാനിയേൽ ഞാനാണ്. എൻ്റെ ഭവനത്തിനകത്ത്, എൻ്റെ ദേശത്തിൻ്റെ നടുവിൽ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ദാനിയേൽ ഞാനാണ്. കർത്താവെ, ആ ഉത്കൃഷ്ടതയുടെ ആത്മാവ് എൻ്റെ മേൽ ഇപ്പോൾ വന്ന് ചേരട്ടെ എന്ന് ഞങ്ങളിപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. കർത്താവ്, സാധാരണ എല്ലാവരും ജീവിക്കുന്ന പോലെയുള്ള ജീവിതത്തിൽ നിന്നും കർത്താവ് തന്നെ ഇന്ന് പറിച്ചെടുക്കാൻ പോവും. അങ്ങനെ ജീവിക്കാൻ നിനക്ക് ലൈസൻസ് ഇല്ല, അനുവാദമില്ല. യു ആർ ഡിഫറെൻറ്റ്. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമായി ജീവിക്കുവാനാണ് നിൻ്റെ വിളി, തിരഞ്ഞെടുപ്പ്. അതിനുവേണ്ടിയാണ് കർത്താവ് അവിടെ നോക്കി പറിച്ചെടുത്ത് ഇവിടെ കൊണ്ടുവന്നത്. എന്നിട്ട് പഴയതുപോലെ സാധാരണ എല്ലാവരും ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ കർത്താവ് അനുവാദം തരുന്നില്ല. ദാനിയേൽ നാല് രാജാക്കന്മാരെ സേവിച്ചു. സ്വന്തം രാജ്യത്തിലല്ല, വിദേശ രാജ്യം. 4 രാജാക്കന്മാർ. നബുക്കദ്നേസർ രണ്ടാമൻ, ബെൽഷസർ, ദാരിയൂസ്, സൈറസ്, എനിക്കൊന്ന് കോരേഷ് എന്നാണ്, കോരേഷ്. 4 രാജാക്കൻ എന്ന് വെച്ചാൽ ദീർഘായുസ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞു ദീർഘായുസ്. വേണ്ടവരുണ്ടോ? ഏതായാലും ജീവിച്ചു, മൊത്തം അങ്ങ് ജീവിച്ച് തീർത്തിട്ട് പോയാൽ മതി. ദീർഘായുസ് എന്ന് പറഞ്ഞാൽ 80, 90, 100, 120, 200 അല്ല അർത്ഥം. ഈ ഭൂമിയിൽ എന്തെല്ലാം ചെയ്യാനുണ്ടോ അത് മുഴുവൻ തീർക്കുന്നത് വരെ ജീവിക്കുക. എന്നിട്ട് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞിട്ട് പോവുക. യേശുവിൻ്റെ ദീർഘായുസ് ഈ ഭൂമിയിൽ 33 വർഷം ഉണ്ടായിരുന്നു. ദീർഘായുസ് കൊണ്ട് അവൻ നിന്നെ തൃപ്തിപ്പെടുത്തും. എന്തെല്ലാം ചെയ്യാനുണ്ടോ അത് മുഴുവൻ ചെയ്ത് അൺഫിനിഷ്ഡായിട്ട് ഒന്നുമില്ലാതെ പൂർത്തിയാക്കിയിട്ട് പോകുന്നതിൻ്റെ പേരാണ് ദീർഘായുസ്. അത് പലർക്കും പലതായിരിക്കും. ഇതുവരെ നിങ്ങൾ മരിച്ചില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എല്ലാം ചെയ്ത് പൂർത്തിയായിട്ടില്ലെന്നാണ്. കുറച്ചുകൂടിയൊക്കെ എന്തോ ചെയ്യാനുണ്ട്. ഈ ദാനിയേൽ ശുശ്രൂഷിക്കുന്ന സമയത്ത്, അഥവാ രാജാക്കന്മാരെ സേവിക്കുമ്പോൾ, രാജധാനിയിൽ സേവനമനുഷ്ഠിക്കുമ്പോൾ തനിക്കെതിരെ പല എതിർപ്പുകൾ പൊങ്ങി വന്നു. നിങ്ങൾ പലരും ജോലി സ്ഥലത്ത് വെല്ലുവിളികൾ നേരിടുന്നവരാണ്. അങ്ങനെയുള്ളവരുടെ ഉണ്ടോ? ഉണ്ട്. ജൂനിയർ സ്റ്റാഫ്, സീനിയർ സ്റ്റാഫ്, ഒരേ ടീമിലുള്ളവരൊക്കെ നാടൻ ഭാഷയിൽ പാരപണിയുന്ന ടൈപ്പൊക്കെ കാണും. എത്രയോ പേര് എൻ്റെ അടുത്ത് വന്ന് പറയുന്നു, പക്ഷെ പ്രാർത്ഥിക്കണം, ജോലി സ്ഥലത്ത് ഭയങ്കര പ്രശ്നമാണ്. ദാനിയേലിനും അതനുഭവിക്കേണ്ടി വന്നു. സാധാരണ പരീക്ഷണമല്ല അദ്ദേഹത്തിന് വന്നത്. പ്രമോഷൻ തടയുകയോ അല്ലെങ്കിൽ വേണ്ടാത്ത ലെറ്റർ, ഇതൊന്നുമല്ല അവിടെ നടന്നത്. തന്നെ കൊല്ലണം. അതിനുവേണ്ടി സിംഹത്തിൻ്റെ കുഴിയിൽ വരെ കൊണ്ടുപോയിട്ടു. പക്ഷെ അന്ന് അവരറിഞ്ഞില്ല, അന്ന് സിംഹം ഉപവാസമായിരുന്നു. ചിലതിനെയൊക്കെ ഉപവസിപ്പിക്കും നിന്നെ രക്ഷിക്കാൻ വേണ്ടി. നീ ആരുടെ ഭാഗത്ത്, ദൈവം ആരുടെ ഭാഗത്ത് എന്നുള്ളതാണ് ചോദ്യം.
ഞാനാ പറയുന്നത്. ജോലി സ്ഥലത്തെന്നല്ല, നാട്ടിലല്ല, കുടുംബത്തിലല്ല, കുടുംബശ്രീയിലല്ല, കുടുംബ സംഗമത്തിലല്ല, എവിടെയായാലും നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിത്വമെങ്കിൽ നിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റിയ ആരുമില്ല. ആയുഷ്കാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും, എൻ്റെ അർത്ഥം ഒരു സ്ത്രീയും നിനക്കെതിരെ നിൽക്കാൻ ദൈവം സമ്മതിക്കില്ല. കാരണം ദൈവം നിൻ്റെ പക്ഷത്തെങ്കിൽ പ്രതികൂലം ആർ. ഒരു 30 സെക്കൻഡ് അന്യഭാഷയെ പ്രാർത്ഥിച്ചു. ശരിക്കും വിശ്വസിച്ച് ആ ഒരു ധൈര്യത്തിൽ പ്രാർത്ഥിക്കും. എന്തുകൊണ്ടാണ് ദാനിയേൽ ഇങ്ങനെയൊക്കെ ആയി തീർന്നതെന്ന് ചോദിച്ചാൽ അവിടെ എഴുതിയിട്ടുണ്ട്. എൻ്റെ സീക്രട്ട് 6:3 തോന്നുന്നു നമ്മൾ ആദ്യം വായിച്ചത്. ഒരു ഉത്കൃഷ്ട ആത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. ഇംഗ്ലീഷിൽ ദ സ്പിരിറ്റ് ഓഫ് എക്സലൻസ്, ഉത്കൃഷ്ട മാനസൻ എന്നാണ് മലയാളത്തിൽ. ഇംഗ്ലീഷിൽ ദ സ്പിരിറ്റ് ഓഫ് എക്സലൻസ്. തൻ്റെ മേലുണ്ടായിരുന്ന ആത്മാവ് ഉത്കൃഷ്ടതയുടെ ആത്മാവായിരുന്നു. എന്ന് വെച്ചാൽ എന്ത് ചെയ്താലും ഇറ്റ് വിൽ ബി ടോപ്പ് നോച്ച്, സൂപ്പറായിരിക്കും, ആർക്കും ഒന്നും പറയാനില്ല. അതുപോലെയുള്ള അദ്ദേഹം ഒരു ഫയൽ റെഡിയാക്കിയാൽ അത് സൂപ്പറായിരിക്കും. അദ്ദേഹം ഒരു ടാസ്ക്, ഒരു പ്രോജക്റ്റ് ചെയ്താൽ ആർക്കും ഒരു കുറ്റവും പറയാനുണ്ടാവില്ല. അതുപോലെ വൈകി വരുന്ന പ്രശ്നമില്ല, നേരത്തെ പോകുന്ന പ്രശ്നമില്ല, ഒരു കുറ്റവും തൻ്റെ ഓഫീസിൽ തന്നെ കുറിച്ച് പറയാനില്ല. എന്ത് ചെയ്താലും ദ ബെസ്റ്റ്. എന്തുകൊണ്ട്? തൻ്റെ മേലൊരു ആത്മാവ് വസിച്ചിരുന്നു. ആത്മാവ് ഉത്കൃഷ്ടതയുടെ ആത്മാവായിരുന്നു. എനിബഡി ഇൻട്രസ്റ്റഡ്? ഓഗസ്റ്റ് മാസം അതിനു വേണ്ടി കർത്താവ് തന്നേക്കും. ഞാനൊരു സംഭവം കേട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്. ഇറ്റലിയിൽ ക്രിമോണ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ, ഒരു ടൗണിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ആന്റോണിയോ സ്റ്റാഡിവാരി. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത വയലിൻ ഉണ്ടാക്കുക. വയലിൻ കൈകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. 1700-കളിലെ സംഭവമാണ്, 18-ാം നൂറ്റാണ്ടിലെ സംഭവമാണ് ഞാനീ പറയുന്നത്. വയലിൻ ഉണ്ടാക്കുക. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തൻ്റെ സ്വന്തം കൈകൊണ്ട് ഏറ്റവും നല്ല 1100 വയലിൻ സ്വന്തം കൈകൊണ്ട് അദ്ദേഹം ഉണ്ടാക്കി. അതിൽ 650 എണ്ണത്തോളം ഇപ്പോഴും ഭൂമിയിലുണ്ട്. ബാക്കി പോയി 650 എണ്ണം. 300ഓളം വർഷങ്ങൾക്ക് ശേഷം ഇന്നുമുണ്ട്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം, ഇന്നുമുണ്ട്. കാരണം ലോക ചരിത്രത്തിൽ ഉണ്ടാക്കിയതിൽ ഏറ്റവും നല്ല ടോണുള്ള, റെസനൻസ് ഉള്ള, ഏറ്റവും മികച്ച വീണ ഈ മനുഷ്യനുണ്ടാക്കിയതാണ്. അതും 18-ാം നൂറ്റാണ്ടിൽ. 1100 എണ്ണം ഉണ്ടാക്കി, 650 എണ്ണം ഇന്നുമുണ്ടെന്ന്, കേടായിട്ടില്ല, പോയിട്ടില്ല. മാത്രമല്ല ഇന്ന് അദ്ദേഹം നേരിട്ടുണ്ടാക്കിയതിൻ്റെ ഇന്നത്തെ വില $15 മില്യൺ എന്നൊക്കെയാണ് വിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഏകദേശം 143 കോടി രൂപയ്ക്കാണ് ഒരു വയലിൻ വിൽക്കുന്നത് ഇന്നും. എന്ന് വെച്ചാൽ ഒരു പ്രൈവറ്റ് ജെറ്റ് മേടിക്കുന്നതിനേക്കാൾ വിലയാണ് അദ്ദേഹത്തിൻ്റെ വയലിന്. അപ്പം അതിൻ്റെ ശാസ്ത്രജ്ഞന്മാരും മ്യൂസീഷ്യന്മാരും ഇതൊക്കെ റിപ്പയർ ചെയ്യുന്നവരൊക്കെ റിസർച്ച് ചെയ്ത് എന്താണ് ഇതിൻ്റെ സീക്രട്ട് എന്ന് കണ്ടുപിടിക്കാൻ ഒത്തിരി ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ മീഡിയയ്ക്ക് ഒന്ന് സെർച്ച് ചെയ്താൽ ഞാൻ ഈ പറയുന്നതൊക്കെ കിട്ടും. പറ്റുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും വയലിനും ഇവിടെ ഒന്ന് കാണിക്കാം, ഗൂഗിൾ ചെയ്താൽ കിട്ടും. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ വയലിൻ്റെ ശ്രേഷ്ഠതയുടെ പ്രത്യേകത എന്താണ്? അത് കണ്ടുപിടിച്ച് അവർ എക്സ്റേ എടുത്തു, ഒത്തിരി റിസർച്ചുകൾ, എൻ്റെ വുഡ്, എൻ്റെ സ്ട്രിങ് എല്ലാം ഒത്തിരി നോക്കി അതുപോലെ തന്നെ ആ കർവ്, അതിൻ്റെ രീതികൾ സകലം അതുപോലെ തന്നെ. എന്ന് വെച്ചാൽ തമ്മിൽ വെച്ചാൽ ഏതാണ് അദ്ദേഹം ഉണ്ടാക്കിയത് ഇതെന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ പലരും അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തൊക്കെ ഉണ്ടാക്കി നോക്കി. പക്ഷേ ആ ഒറിജിനൽ ടോൺ കിട്ടുന്നില്ല. കാരണം
ചില സമയത്തൊക്കെ 8-10 വർഷം ഇതിനുപയോഗിക്കുന്ന വുഡ് അദ്ദേഹം സീസൺ ചെയ്തു, പ്രോസസ്സ് ചെയ്തു, കറക്റ്റ് റെസണൻസ് ടോൺ കിട്ടുന്ന രീതിയിൽ അദ്ദേഹം അതിനെ ഉണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ എക്സലൻസിൻ്റെ വിലയാണ് ഇന്നതിൻ്റെ റീസെയിൽ വാല്യൂ. വീണ ഒത്തിരി കമ്പനികൾ വയലിൻ ഒത്തിരി കമ്പനികൾ ഉണ്ടാക്കുന്നുണ്ട്, ഇന്നും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇത്രേ വിലയില്ലല്ലോ, നല്ല ക്വാളിറ്റിയും ഇല്ല. ചോദ്യം, ഈ ഭൂമിയിൽ ഈ മനുഷ്യനാണ് ആ മനുഷ്യൻ. അന്റോണിയോ സ്റ്റാഡിവാരി. അപ്പം ഞാൻ പറയുന്നത്, ഇന്ന് നിങ്ങൾ ഭൂമിയിൽ എന്ത് ചെയ്താലും അത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യണം എന്നൊരു തീരുമാനത്തിലെത്താൻ പറ്റുമോ ഇന്നത്തെ സഭായോഗത്തിൽ? വീട്ടമ്മമാരോട് ചോദിക്കുക, നിങ്ങൾ കിച്ചൺ ഒരു ദോശ ഉണ്ടാക്കിയാലും ഏഷ്യ ഭൂഖണ്ഡം പോലെ ആകാതെ, ആഫ്രിക്ക പോലെ ആകാതെ നല്ല ഷേപ്പിലൊക്കെ ഉണ്ടാക്കാൻ. റോങ് ക്രൗഡ്, സോറി. അല്ല, ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എന്ത് ചെയ്താൽ, കിച്ചണിലെ വർക്കാകട്ടെ, ഓഫീസിലെ വർക്കാകട്ടെ, ശുശ്രൂഷയാകട്ടെ, ഡോക്ടേഴ്സ് ഇത് കേൾക്കുന്നുണ്ടായിരിക്കും, നേഴ്സസ് കേൾക്കുന്നുണ്ടായിരിക്കും. കുത്തിവെക്കുന്നതിനൊരു ഭംഗി വേണ്ടേ? ചില നേഴ്സുമാർ കുത്തിവെച്ചാൽ ജീവിതത്തിൽ മറക്കില്ല. ഞാനൊരു ദിവസം ഒരു കുഞ്ഞിനെ ഒരു ഡോക്ടർ കുത്തിവെക്കുന്നൊരു വീഡിയോ കണ്ടു. ഈ കുഞ്ഞിനെ ഈ ഡോക്ടർ കുത്തി ആ കുഞ്ഞ് പൊളയുകയാണ്. അത് കഴിഞ്ഞ് ഈ മനുഷ്യൻ അത് ഊരിപ്പോയി സ്റ്റെറിലൈസ് ചെയ്യാൻ എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ചെറുക്കൻ വന്നിട്ട് വേറെ സൂചി ഒറ്റ കുത്തു കൊടുത്തു. ഡോക്ടറെ കിട്ടും. അത് ചിലരുടെ കുത്തും മറക്കില്ല. പക്ഷെ ചിലർ നമുക്കറിയ പോലുമില്ല, കാരണം അത് പഠിച്ചു. ചില സർജന്മാർ വളരെ എക്സലൻ്റ് ആയിട്ട് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ സർജറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, ടൈം കിട്ടാൻ വേണ്ടി. എന്തുകൊണ്ട്? അവർ പേരെടുത്തു, അവരതുപോലെ പ്രിസിഷൻ. ഇന്നലെയാണെന്ന് തോന്നുന്നു ഞാനൊരു സാധനം വായിച്ചത്. 92 വയസ്സുള്ളൊരു ഗൈനക്കോളജിസ്റ്റ്, ഒരു ലേഡി, 2 ലക്ഷത്തോളം പ്രസവങ്ങളെടുത്തു. ഇപ്പോഴും വർക്കിംഗ് ആണ്. 92 വയസ്സുണ്ട്. ഹൈദരാബാദിൽ എവിടെയാണ് സംഭവം, പേര് ഞാൻ മറന്നുപോയി. ഇപ്പോഴും വർക്കിംഗ് ആണ്. 2 ലക്ഷം കുഞ്ഞുങ്ങളെയാണ് സ്വന്തം കൈ കൊണ്ടെടുത്തത്. ഓഗസ്റ്റ് മാസം ഉത്കൃഷ്ടതയുടെ മാസമാണ്. എന്താണോ ചെയ്യുന്നത് അത് ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യാൻ ഒരു കൃപ. ബിസിനസ്സാണോ, ഏറ്റവും നല്ല ഏതായാലും ചെയ്യുമോ, ഏറ്റവും നല്ല രീതിയിൽ ചെയ്യും. എങ്ങനെ ഏത് രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ ചെയ്താലും അൾട്ടിമേറ്റ്ലി അതിൻ്റെ മഹത്വം പോകുന്നത് കർത്താവിനാണ്. കൈയടിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. The spirit of excellence, come on. ഞാനൊരു പ്രത്യേക അഭിഷേകത്തിൽ നിന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. എനിക്കറിയാം അത് സ്വീകരിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ വേണം. എൻ്റെ ലൈഫ് മെച്ചപ്പെടണം, എൻ്റെ ജോലി മെച്ചപ്പെടണം, എൻ്റെ ശുശ്രൂഷ മെച്ചപ്പെടണം, ഞാൻ ചെയ്യുന്നതെല്ലാം ലോകത്തിൽ ഏറ്റവും ടോപ്പായി മാറണം എന്ന ആഗ്രഹമുള്ളവരുടെ മേൽ ഈ ഉത്കൃഷ്ടതയുടെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് എക്സലൻസ് വന്ന് ഇന്നങ്ങ് അധിവസിക്കും. അവിടെ ഒത്തിരി സട്രാപ്സ്, ഗവർണേഴ്സൊക്കെ ഒത്തിരി പേരുണ്ടായിരുന്നു, പ്രധാന ദേശാധിപതികൾ, ഇവർക്ക് കണക്ക് ബോധിപ്പിക്കേണ്ട. എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ടമാനസനായിരുന്നത് കൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും വിശിഷ്ടനായി വിളങ്ങി. രാജാവ് തന്നെ അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കാൻ വിചാരിച്ചു. ഓർക്കണം, ഹി വാസ് എ ക്യാപ്റ്റീവ് ബോയ്. അവൻ ആ നാട്ടുകാരൻ പോലും അല്ല. യഹൂദായിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ ഒരു അടിമപ്പയ്യനുണ്ട്. അടിമപ്പയ്യന്റെ കഥയാണ് ഈ പറയുന്നത്. അവൻ അവിടുത്തെ സിറ്റിസൺ പോലും അല്ല. എടാ, ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ എവിടെയായിരുന്നാലും നീ വിളങ്ങും, നീ തിളങ്ങും.
ഞാൻ നല്ല വീട്ടിൽ ജനിച്ചില്ല, നല്ല ദേശത്തല്ല, നല്ല രാജ്യത്തല്ല, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ശരിയല്ല, എനിക്ക് വിദ്യാഭ്യാസമില്ല, ഇതൊന്നും പറയരുത്. ദൈവം നിന്റെ കൂടെയുണ്ടോ? Do you have the spirit of excellence? ഇതിനകത്തുള്ള ടീച്ചേഴ്സ്, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ടീച്ചിങ് ക്ലാസ് ആയിരിക്കണം ആ സ്കൂളിലെ ബെസ്റ്റ്. കാരണം the best teacher is inside of you. നിങ്ങൾ പഠിപ്പിക്കുന്ന പിള്ളേര് ചില വർഷങ്ങൾ കഴിയുമ്പോൾ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്നവരായി മാറണം. അതിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഇരിക്കെ ഈ എങ്ങനെയെങ്കിലും അങ്ങ് ഓരോ ദിവസവും തള്ളി നീക്കി എങ്ങനെയെങ്കിലും ഇതങ്ങ് തീർത്ത് പോകാനാണ് പലരുടെയും പരിപാടി. കർത്താവ് പറയുന്നു, മക്കളെ അങ്ങനെ പോരാ. നിങ്ങൾ എന്നെയാണ് ഭൂമിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ട് അവരെന്നെ നോക്കണം. അതാണ് നമ്മൾ ചെയ്യുന്നതിലൂടെ ദൈവത്തിന് മഹത്വം കിട്ടണം. Excellence, what is excellence? Excellence is doing ordinary things in extraordinary ways for the glory of God. ഉത്കൃഷ്ടതയുടെ നിർവചനമാണ് ഞാൻ പറയുന്നത്. വാട്ട് ഈസ് എക്സലൻസ്? എഴുതണം, കുറിച്ച് വെക്കണം. എന്താണ് ഉത്കൃഷ്ടത? എന്താണ് മികവ്? എക്സലൻസ് ഈസ് ഡൂയിങ് ഓർഡിനറി തിങ്സ് ഇൻ എക്സ്ട്രാ ഓർഡിനറി വേസ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. സാധാരണ കാര്യങ്ങൾ അസാധാരണമായ രീതിയിൽ ചെയ്ത് ദൈവത്തിന് മഹത്വം കൊണ്ടുവരുന്നതാണ് ഉത്കൃഷ്ടത. എഴുതുന്ന കൂട്ടത്തിലൊന്ന് പറഞ്ഞ്, സാധാരണ കാര്യങ്ങൾ അസാധാരണമായ രീതിയിൽ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ് ഉത്കൃഷ്ടത. ക്ഷമസിസ്റ്റർ ഒന്നുകൂടി പറഞ്ഞു കൊടുക്കും. സാധാരണ കാര്യങ്ങൾ അസാധാരണമായ രീതിയിൽ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ് ഉത്കൃഷ്ടത. ബ്ലെസ്സിംഗ് സെന്റർ ശുശ്രൂഷകന്മാർ, ബ്ലെസ്സിംഗ് ഗ്രൂപ്പ് ശുശ്രൂഷകർ, സോണൽ മിനിസ്റ്റേഴ്സ്, ബ്ലെസ്സിംഗ് സെന്ററുകൾ, എല്ലാവരോടും ഞാൻ പറയാം, ശുശ്രൂഷകരോട് പ്രത്യേകിച്ച്, നിങ്ങൾ ചെയ്യുന്നതെല്ലാം ബെസ്റ്റ് ആയിരിക്കണം. കണ്ടിട്ട് കർത്താവ് പോലും ഇങ്ങനെ പുഞ്ചിരിയോടെ തല ഉലുകണം. എൻ്റെ മകൻ, എൻ്റെ മകൾ, ഐ എം പ്രൗഡ് ഓഫ് യു എന്ന് കർത്താവിന് തോന്നണം. നിങ്ങളുടെ സോണൽ ഡയറക്ടറി, നിങ്ങളുടെ അക്കൗണ്ട്സ്, നിങ്ങളുടെ ഹൗസ് സീറ്റിംഗ് രീതികൾ, നിങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ എല്ലാം ടോപ്പ് നോച്ച് ആയിരിക്കണം. എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ചെയ്ത് നിങ്ങൾ റിപ്പോർട്ട് കണ്ടാൽ കർത്താവിൻ്റെ ഉള്ള് സന്തോഷിക്കണം. ദാനിയേൽ 120 മറ്റ് ഭരണാധിപന്മാർ, ഗവർണേഴ്സ്, സാട്രാപ്സ് ഒക്കെ, അതിൻ്റെ മുകളിലൊരു 3, ഇതിലെല്ലാവരിലും ശ്രേഷ്ഠനായി വിളങ്ങി. സീക്രറ്റ് അവിടെ പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ മേൽ ഒരു ഉത്കൃഷ്ടതയുടെ ആത്മാവുണ്ടായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു അത് ദൈവത്തിൻ്റെ ആത്മാവായിരുന്നു. വെയിറ്റ് ഒരു കാര്യം കൂടി ഞാൻ വിശ്വസിക്കുന്നു, അതേ പരിശുദ്ധാത്മാവ് ഇപ്പോൾ കൈയടിച്ച എല്ലാവരുടെ മേലുണ്ട്. ദൈവം നിങ്ങൾക്ക് തന്നത് ഒരു ജൂനിയർ ഇൻഫീരിയർ ഹോളി സ്പിരിറ്റിനെ അല്ല, സെയിം ഹോളി സ്പിരിറ്റ്. കൊലോസ് ലേഖനം 3:23 വചനത്തിൽ പറയുന്നത്, വാട്ട് എവർ യു ഡു വർക്ക് അറ്റ് ഇറ്റ് വിത്ത് ഓൾ യുവർ ഹാർട്ട് ആസ് വർക്കിംഗ് ഫോർ ദ ലോർഡ്. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. ആരും കേട്ട ഭാവമില്ല, ഒന്നുകൂടി വായിക്കാം. നിങ്ങൾ നിങ്ങൾ
ചെയ്യുന്നതൊക്കെയും. എത്ര കാര്യങ്ങൾ? ഒക്കെ. ചെയ്യുന്നതൊക്കെയും എന്തൊക്കെയാണെന്ന് പറഞ്ഞ്, ഒരു ബട്ടൺ പിടിപ്പിക്കുകയാണെങ്കിൽ, തുന്നുകയാണെങ്കിൽ, ക്ലീൻ ചെയ്യുകയാണെങ്കിൽ. ചിലർ കണ്ടിട്ടുണ്ട്, ഞാൻ പലരും കണ്ടിട്ട് തറ ക്ലീൻ ചെയ്ത് എങ്ങനെയത് അവിടെയുള്ള മുടി പൊടി സാധനങ്ങൾ സോഫയുടെ അടിയിലോട്ട് അടിച്ചു കയറ്റുക. നോക്കുമ്പോൾ എല്ലാം ശരിയാണ്, പക്ഷെ ഒരു ദിവസം സോഫ പൊക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കേണ്ടി വരുമ്പോൾ അതിൻ്റെ പുറകിൽ കോർപ്പറേഷനിൽ പോലും ഇത്രയും മാലിന്യമില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അത് ഉത്കൃഷ്ടതയാണോ? ക്ലീനിങ്ങിൽ പോലും ഒന്നുകൂടി വായിച്ചേ. നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ ഒക്കെയും. നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഒക്കെയും. അങ്ങനെയാണോ വചനം? ചെയ്യുന്നതൊക്കെയും. ഈ പാസ്റ്റർക്ക് എന്ത് തെറ്റിവിടെ പഠിപ്പിക്കാന്നാ തോന്നുന്നത്. നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ എന്നാണോ? പിന്നെ എങ്ങനെയാ? ഒക്കെയും. എന്ത് ചെയ്താലും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവാൻ. നമ്മുടെ ചിന്ത ഈ ശുശ്രൂഷ മാത്രമാണ് ദൈവത്തിനുള്ളത്, ബാക്കിയൊക്കെ വേറെയാണെന്നാണ്. അങ്ങനെ ഒരു പരിപാടിയില്ല. ഇത് മൊത്തമാണ്. മൊത്തം നിന്റെ ജീവിതം. അതിൽ ജോലി ഉൾപ്പെട്ടിട്ടുണ്ട്, ശുശ്രൂഷ ഉൾപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഒരു വിശ്വാസം ഞാൻ പറഞ്ഞോട്ടെ, ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾ കറി വെക്കുന്ന രീതി പോലും അങ്ങോട്ട് മാറും. പണ്ട് പറക്കും തളികകൾ വെളിപ്പെട്ടിരുന്ന വീട്ടിൽ, പറക്കും തളി അറിയാലോ, ഉപ്പ് കുറഞ്ഞു പോയി, മസാല കുറഞ്ഞു പോയി, അതുകൊണ്ട് പ്ലേറ്റുകളൊക്കെ ഇങ്ങനെ പറന്നു വരുന്ന, അതൊക്കെ പൂർവ്വകാല ചരിത്രമാണ്. എന്നാൽ ഇനി നിങ്ങൾ കറി വെച്ചാൽ, നിങ്ങൾ ഭക്ഷണം കുക്ക് ചെയ്താൽ, ആദരവോടെ വായിലിങ്ങനെ വെള്ളം ഒലിച്ച് ഭർത്താവ് ഇരുന്ന് കഴിക്കുന്നത് നിങ്ങൾ കാണും. എൻ്റെ ഗ്ലോറി യൂട്യൂബിനായിരിക്കില്ല, നിങ്ങൾക്കായിരിക്കും. എനിബഡി ഇൻട്രസ്റ്റഡ്? മൊത്തത്തിൽ ലൈഫിൽ ഓഗസ്റ്റ് മാസത്തിൽ ഒരു ശ്രേഷ്ഠത, ഒരു അപ്ഗ്രേഡ് എല്ലാവർക്കും ഒന്ന് വരാൻ ദൈവം ആഗ്രഹിക്കും, എല്ലാത്തിലും. അതാണ് ഇവിടെ ഒന്നുകൂടി വായിക്കാം, കൊലോസ്യ ലേഖനം വായിച്ചേ. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യും. ഇതങ്ങനെ വരണമെങ്കിൽ ആ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഇതുവരെ ചെയ്ത രീതിയിൽ ഇനി ചെയ്യരുത്. ഇതുവരെ ചെയ്തത് ഇയാൾക്ക് ഇതിയാന് വേണ്ടിയിട്ടാണ്, അല്ലേ? ഇതിയാന് വേണ്ടി ഇനി ചെയ്യരുത്, കർത്താവിന് വേണ്ടി ചെയ്യണം. ഇയാൾക്ക് ഇങ്ങനത്തെയൊക്കെ വെച്ച് കൊടുത്താൽ മതി, അതിനുള്ള ക്വാളിറ്റിയേ ഉള്ളൂ ഇയാൾക്ക്. ഇയാളെന്താ കൊണ്ടുവരുന്ന വീട്ടിൽ, അതുകൊണ്ട് ഇതൊക്കെ തിന്നാൽ മതി, തിന്നിട്ട് പോവും. ഇനി മുതൽ എങ്ങനെയാണ്? ഇതിയാന് വേണ്ടിയല്ല, പിന്നെ ആർക്ക് വേണ്ടി? കർത്താവിന് വേണ്ടി എന്നതുപോലെ. ഇത് ആരാധനയുടെ കാര്യമല്ല പറയുന്നത്, ശുശ്രൂഷയല്ല. ചെയ്യുന്നത് ഒക്കെയും, മരപ്പണിയായാലും കൽപ്പണിയായാലും പ്ലംബിംഗ് ജോലിയായാലും എന്ത് ജോലിയായാലും വീട്ടുജോലിയായാലും എന്താണെങ്കിലും എങ്ങനെ ചെയ്യണം? കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. എക്സലൻസിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഉത്കൃഷ്ടതയുടെ വിപരീതം ബാഡല്ല, മീഡിയോക്രിറ്റിയാണ്. എൻ്റെ മലയാളം കൃത്യമായിട്ട് എങ്ങനെ പറയും? ഇടത്തരം. അല്ല, ഓക്കെ പറഞ്ഞേ, ഓക്കെ കുഴപ്പമില്ല. അതാണ് എൻ്റെ ഓപ്പോസിറ്റ്. എന്തെങ്കിലുമൊക്കെ ചെയ്ത് വിടുക. അഞ്ച് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറയുന്നു. നമ്പർ 1, എക്സലൻസ് ബിഗിൻസ് ഇൻസൈഡ്. ഉത്കൃഷ്ടത അകത്ത് നിന്ന് ആരംഭിക്കുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞെഴുതിയേ. ഉത്കൃഷ്ടത അകത്ത് നിന്ന് ആരംഭിക്കുന്നു. അതാണ് ദാനിയേൽ 6:3 കണ്ടത്. an excellent spirit was in him. എവിടെയാണ്? അകത്ത്. ലൂക്കോസിൻ്റെ സുവിശേഷം 6:45.
എ ഗുഡ് മാൻ ബ്രിങ്സ് ഗുഡ് തിങ്സ് ഔട്ട് ഓഫ് ദ ഗുഡ് സ്റ്റോർഡ് അപ്പ് ഇൻ ഹിസ് ഹാർട്ട്. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. എവിടെ നിന്ന് ഇത് വരുന്നത്? അകത്ത് നിന്ന്. എ ഗുഡ് മാൻ ബ്രിങ്സ് ഗുഡ് തിങ്സ് ഔട്ട് ഓഫ് ദ ഗുഡ് സ്റ്റോർഡ് അപ്പ് ഇൻ ഹിസ് ഹാർട്ട്. 3 പ്രാവശ്യം ഗുഡ് പറഞ്ഞിട്ടുണ്ട് അവിടെ, ഒറ്റ സെൻറ്റൻസ്. ഇതെവിടെ നിന്ന് വരുന്നത്? ഹൃദയത്തിൽ. ഹൃദയത്തിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന നന്മയിൽ നിന്നാണ് ഇത് പുറത്തേക്ക് വരുന്നത്. വളരെ മോശമായി ഒരാൾ ജോലി ചെയ്യുന്നു, ഓഫീസിലോ ഫാക്ടറിയിലോ ഹോസ്പിറ്റലിലോ സ്കൂളിലോ ഒക്കെ ജോലി ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഹൃദയത്തിൻ്റെ അകത്തും അങ്ങനെയാണ് ആളതാണ്. ആറാം അധ്യായത്തിൻ്റെ 10-ാം വചനം പ്രൊജക്ഷനിലില്ല, ഒന്ന് വായിക്കാം ആരെങ്കിലും. 6:10. Now, when Daniel learned that the decree had been published, he went home to his upstairs room where the windows opened toward Jerusalem. 3 times a day he got down on his knees and prayed, giving thanks to his God, just as he had done before. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നുവെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പ് ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ഇതായിരുന്നു സീക്രട്ട്. ഞാൻ ഇന്ന് രാവിലെ ഇരുന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ, എന്തുകൊണ്ടാണ് ദാനിയേൽ മാത്രം ഈ 120 IAS ഓഫീസേഴ്സ് ഉള്ളതിൽ ഏറ്റവും ടോപ്പായി ഇവൻ മാറിയത്? പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവിനിൽ കൊണ്ടുവന്നതാണ് ഇതായിരുന്നു സീക്രട്ട്. എന്തായിരുന്നത്? മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ഇവൻ്റെ ഒരു പരിപാടി ഇതെന്ത്, ഒരു ദിവസം 3 പ്രാവശ്യമെങ്കിലും അവൻ മുട്ടുകുത്തി ദൈവസന്നിധിയിൽ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുമായിരുന്നു. ദാറ്റ് വാസ് ഹിസ് സീക്രട്ട്. അങ്ങനെയാണ് ഉത്കൃഷ്ടാത്മാവൻ്റെ മേൽ വസിച്ചത്. ചുരുക്കി പറഞ്ഞാൽ the key was his prayer life. ഒന്ന് പ്രാർത്ഥിച്ച് കൈകൾ ഉയർത്തി. ഇതുവരെ ബോസ് ഭയങ്കരമായി നിങ്ങൾക്കെതിരെ കംപ്ലൈൻറ്റ് പറഞ്ഞു, പരാതി പറഞ്ഞു. പക്ഷേ അതൊക്കെ അങ്ങ് മാറാൻ പോവാം. പലരും നിങ്ങളെക്കുറിച്ച് പരാതി പറയുന്നു. പക്ഷെ ആർക്കും പരാതി പറയാനില്ലാത്തതുപോലെ ദൈവം നിങ്ങളെ ശ്രേഷ്ഠതയുടെ ആത്മാവിൽ നിറയ്ക്കേണ്ടതിന് ആകെ ചെയ്യേണ്ടത് എന്താണ്? നിരന്തരമായി കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. നമ്പർ 2, എക്സലൻസ് റെഫ്യൂസസ് മീഡിയോക്രിറ്റി. ഉത്കൃഷ്ടത ഇടത്തരമായതിനെ നിരാകരിക്കുന്നു. ഞാൻ ഇനി ഒരു 3 പോയിൻ്റ് കൂടി പറയാനുണ്ട്. പെട്ടെന്ന് പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്യും. പക്ഷേ അതിന് മുമ്പ് ആത്മാർത്ഥമായ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇത് കേട്ടിട്ട്, ഇത്രയും നേരം കേട്ടിട്ട് എത്ര പേർക്ക് ശരിക്കും ആഗ്രഹമുണ്ട് എൻ്റെ ലൈഫ് ഇനി അങ്ങോട്ടുള്ളത് ഞാൻ എന്ത് ചെയ്താലും ഏറ്റവും ടോപ്പായിരിക്കണം, ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്താലും ഇല്ലെങ്കിലും ദൈവം മുമ്പാകെ ഏറ്റവും നല്ലത് കാഴ്ചവെക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറയുന്നവർ 2 കൈ ഉണ്ടെങ്കിൽ 2 പൊക്കി പിടിച്ചു. കർത്താവേ, ഈ ജനത്തിൻ്റെ മേൽ ഇനി പറയാൻ പോകുന്നത് മൂടൽമഞ്ഞ് പോലെ വന്ന് സെറ്റിലാവട്ടെ. അതവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ഇൻറ്റഗ്രൽ പാർട്ടായി മാറട്ടെ. എന്ത് ചെയ്താലും ആർക്കൊന്നും പരാതി പറയാനില്ലാത്തതുപോലെ, വാവ് എന്നല്ലാതെ വേറൊന്നും പറയാനില്ലാത്തതുപോലെ ആകട്ടെ. ആമേൻ. ഇവിടെ ഉത്കൃഷ്ടത ഇടത്തരമായ മീഡിയോക്കർ ആയതിനെ റിജക്റ്റ് ചെയ്യുന്നു. സഭാപ്രസംഗി 9:10, എക്ലീസിയാസ്റ്റസ് 9:10, whatever your hand finds to do, do it with all your might. ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യുക. എന്തെങ്കിലും ഈ ഭൂമിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണ ശക്തിയോടെ ചെയ്യുക. അതായത് എല്ലാ കഴിവുകളും ഇട്ട് ഏറ്റവും ഭംഗിയായി അത് ചെയ്യുക. ദിസ് ഈസ് നോട്ട് പെർഫെക്ഷനിസം.
അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ചെയ്യുന്നത് ഏറ്റവും ഭംഗിയായി ചെയ്യുക. ഒരു പെർഫെക്ഷനിസ്റ്റ് ആകണമെന്നല്ല ഞാൻ പറയുന്നത്. പെർഫെക്ഷനിസ്റ്റായിട്ടാകെ ദൈവം മാത്രമേ ഉള്ളൂ, വേറെ ആരും പെർഫെക്റ്റ് അല്ല. എബ്രായ ലേഖനം 11:4 അതും പ്രൊജക്ഷനിൽ കാണാൻ വഴിയില്ല, രാവിലെ പ്രാർത്ഥിച്ചപ്പോൾ വന്ന ചില കാര്യങ്ങളാണ്. എബ്രായ ലേഖനം 11:4, ബൈ ഫെയ്ത്ത് ഏബിൾ ഓഫർഡ് ടു ഗോഡ് എ മോർ എക്സലന്റ് സാക്രിഫൈസ്. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയീന്റേതിനേക്കാളും ഉത്തമമായ യാഗം കഴിച്ചു. ഉത്തമം എന്ന് പറയുന്നത് എക്സലന്റ് ആണ്. നേരെ ഇരുന്നേ. ചോദ്യം, എല്ലാവരേക്കാളും ഏറ്റവും ക്വാളിറ്റിയുള്ള എക്സലൻ്റായ ഒരു സാക്രിഫൈസ്, ആരാധന ദൈവത്തിന് കൊടുക്കാൻ വ്യക്തിപരമായി ഒരു തീരുമാനം എടുക്കാമോ? എൻ്റെ ആരാധന ദൈവം റിജക്റ്റ് ചെയ്യില്ല. എൻ്റെ സാക്രിഫൈസ് എൻ്റെ ദൈവം സ്വീകരിക്കും. ഇവിടെ കയ്യൻ കൊണ്ടുവന്നത് അറിയാം, വെജിറ്റബിൾസ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. തീരെ മോശമൊന്നുമല്ല, ഫ്രഷ് വെജിറ്റബിൾസ് ആയിരിക്കാം, ഗാർഡൻ ഫ്രഷ്. പക്ഷേ അവൻ്റെ ഹാർട്ട്, അവൻ അതല്ലല്ലോ, അതിനപ്പുറത്ത് കൊടുക്കാമായിരുന്നു. പക്ഷേ ഏറ്റവും നല്ലതല്ല അവൻ കൊടുത്തത്, ഏറ്റവും മോശവുമല്ല. ഓക്കെ, ഇതാണ് മീഡിയോക്കർ. എന്നാൽ എക്സലൻറ്റ് സ്പിരിറ്റ് ഉള്ളവർ അതിൽ തൃപ്തി അടയുകയില്ല. ഓഗസ്റ്റ് മാസത്തിൽ എൻ്റെ ദൈവത്തിന് ഏറ്റവും നല്ലത് ഞാൻ കൊടുക്കും എന്ന് പറയുന്നവർ ഉള്ളിലങ്ങ് തീരുമാനമെടുത്തു, കർത്താവേ, മനുഷ്യരെ കാണിക്കാനല്ല, ഞാൻ അങ്ങയെ മാനിക്കും. ഏറ്റവും നല്ലത്, മൈ ക്വാളിറ്റി ടൈം, ഏറ്റവും നല്ലത് ഞാൻ എൻ്റെ ദൈവത്തിന് കൊടുക്കും. റിസൾട്ട് എന്താണ്? ദൈവം അത് സ്വീകരിക്കുന്നു മാത്രമല്ല, ചരിത്രമാണത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നടന്ന സംഭവം എബ്രായ ലേഖനം 11 കൊണ്ടുവന്ന് എഴുതി വച്ചിരിക്കുക. അതിൻ്റെ അർത്ഥം ഒരിക്കലും മറക്കില്ല ആരും. ദൈവവും മറക്കില്ല, മനുഷ്യനും മറക്കില്ല. നീ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായത് ചരിത്രം ഓർക്കും, ദൈവം ഓർക്കും, സ്വർഗം ഓർക്കും. അവിടെ ചെന്നാലും അവിടെ അതിന് റെക്കോർഡ് കാണും. നമ്പർ 3, എക്സലൻസ് ഗ്രോസ് ത്രൂ ഡിസിപ്ലിൻ. ഉത്കൃഷ്ടത അച്ചടക്കത്തിലൂടെ വളരുന്നു. ഉത്കൃഷ്ടത എങ്ങനെയാണ് ഇതിനെ കൾട്ടിവേറ്റ് ചെയ്ത് ഇതിനെ റെഡിയാക്കി എടുക്കുന്നത്? ഇറ്റ് ഈസ് ത്രൂ ഡിസിപ്ലിൻ. ശിക്ഷണം നൽകുക, എന്നെ തന്നെ ഡിസിപ്ലിൻ ചെയ്യുക. അച്ചടക്കത്തിൽ 4-ാം വചനത്തിൽ അത് കാണുന്നുണ്ട്. സോ ദ ഗവർണേഴ്സ് ആൻഡ് സാട്രാപ്സ് sought to find some charge against Daniel concerning the kingdom, but they could not find no charge or fault, because he was faithful, nor was there any error or fault found in him. ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായിരുന്നതുകൊണ്ട് ഒരു തെറ്റുകുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. എന്തുകൊണ്ടായിരുന്നു അത്? അതിൻ്റെ പുറകിൽ അവനെ തന്നെ ഡിസിപ്ലിനിലൂടെ നടത്തി. 6-ാം അധ്യായത്തിൽ കാണുന്ന അവൻ്റെ എക്സലൻസ് അഥവാ ഉത്കൃഷ്ടതയുടെ രഹസ്യം കിടക്കുന്നത് 1, 2, 3 അധ്യായങ്ങളിലാണ്. ഒന്നുകൂടി പറയാം, 6-ാം അധ്യായത്തിലാണ് ഈ സർട്ടിഫിക്കറ്റ് അവന് കിട്ടുന്നത്, എക്സലൻറ്റ്. എൻ്റെ സീക്രട്ട് എവിടെ കിടക്കുന്നത്? 1-ാം അധ്യായം, 2-ാം അധ്യായം, 3-ാം അധ്യായം. അതിലൊക്കെ റിക്രൂട്ട്മെൻറ്റ് നടന്ന സമയത്ത് ഇവനെ ഒരുപക്ഷെ ഒരു ടീനേജ് ബോയ് ആയിരുന്ന സമയത്തായിരിക്കും യഹൂദായിൽ നിന്ന് അവനെ അടിമയായി ക്യാപ്റ്റീവ് ബോയായി പിടിച്ച് ബാബിലോണിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുചെന്നപ്പോൾ അവിടെ എല്ലാവരും തിരഞ്ഞെടുത്ത സമയത്ത് ഇവരെ രാജാവിൻ്റെ സേവയ്ക്ക് വേണ്ടി ട്രെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? ക്വാളിറ്റി ഫുഡാണ് അറേഞ്ച് ചെയ്തത്. സാധാരണ ഫുഡല്ല, ക്വാളിറ്റി ഫുഡ്. പക്ഷേ രാജാവിൻ്റെ മേശയിൽ നിന്നാണ് അത് വരുന്നത്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, രാജ്യത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഫുഡാണ് അവിടെ കിട്ടുന്നത്. പക്ഷേ അതെല്ലാം വിഗ്രഹാർപ്പിതമായിരുന്നു. പല വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച സാധനമാണ് അവിടെ സെർവ് ചെയ്യുന്നത്. ഇവരാരെയാണ് സേവിക്കുന്നത്?
വിഗ്രഹത്തെയല്ല, ജീവനുള്ള ദൈവത്തെയാണ് ദാനിയേൽ സേവിക്കുന്നത്. അതുകൊണ്ട് താനും കൂടെയുള്ള ബാലന്മാരും പറഞ്ഞു, എന്തു പറഞ്ഞു? ഞങ്ങൾക്ക് ഈ രാജകീയ ഭോജനം വേണ്ട, ഞങ്ങൾക്കത് വേണ്ട. മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെ പല കാര്യങ്ങളിലും. പക്ഷെ ടെംപ്റ്റേഷൻ വരില്ലേ? ഇത്രയും നല്ല ഭക്ഷണം വന്നിട്ട് അത് ആ പ്രായത്തിൽ അത് വേണ്ടാന്ന് വെച്ചിട്ട് അവിടെ ശാഖപദാർത്ഥം എന്തൊക്കെ സാധാരണ രീതിയിൽ വെജിറ്റേറിയൻ ടൈപ്പ് എന്തൊക്കെയോ സാധനങ്ങൾ മതി എന്ന് പറഞ്ഞു. അതാണ് ഡിസിപ്ലിൻ. പലതും അവർ സാക്രിഫൈസ് ചെയ്ത് 1, 2, 3 അധ്യായങ്ങളിൽ അതുപോലെ പല കാര്യങ്ങളിൽ അവർ തീരുമാനമെടുത്തു. പലതും വേണ്ടെന്ന് വെച്ചു. ഏറ്റവും ക്വാളിറ്റിയുള്ള, ഏറ്റവും സോറി ഐ മിസ് ദ മെയിൻ പോയിന്റ്. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എക്സലൻ്റായി എല്ലാം ചെയ്യണമെന്ന് പറയുന്നത്? ഉത്തരം, വി ആർ സെർവിങ് an excellent God. Amen. Hallelujah. That is a secret. സാധാരണ മീഡിയോക്കർ ടൈപ്പ് ഒരു ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത്. ഏറ്റവും നല്ല, ഉന്നതനായ, സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ, അവനോട് തുല്യനായി പേര് പറയാൻ ആരുമില്ലാത്തതുപോലെ ഏറ്റവും മികച്ച ഒരു ദൈവത്തെയാണ് നീ സേവിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നിൻ്റെ ലൈഫിൽ വേണം. സംഭവത്തിലുള്ള നീ ആരെ സേവിക്കുന്നത് എന്നുള്ളതാണ് നിന്റെ ക്വാളിറ്റി തീരുമാനിക്കുന്നത്. ഡാനിയേൽ ചെയ്തത് പതിറ്റാണ്ടുകൾ തന്നെ എന്ത് ചെയ്തു? പലതും വേണ്ടെന്ന് വെച്ചു, ട്രെയിൻ ചെയ്തു, പഠിച്ചു, വായിച്ചു, അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽസ് ഇതെല്ലാം ഡെവലപ്പ് ചെയ്ത് അവൻ എക്സലൻസിലെത്തി. ഇവിടെ ഇൻട്രസ്റ്റഡ്? പ്രെയർ മാത്രമല്ല, തൻ്റെ ലൈഫിൽ താൻ ഡിസിപ്ലിനിലൂടെ പോയി. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഈ സഭായോഗത്തിൽ ഞാൻ പറയുകയാണ്, ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ ഇതൊന്നും നിങ്ങൾ കണ്ടു കാണില്ല, നിങ്ങളുടെ കുലത്തിൽ ഇതൊന്നും കണ്ടു കാണില്ല. പക്ഷെ ദൈവം നിന്നെ തിരഞ്ഞെടുത്ത പരിശുദ്ധാത്മാവിനെ നിൻ്റെ മേൽ വെച്ചതുകൊണ്ട് പിതാക്കന്മാർക്കില്ലാത്ത, ജനറേഷനിൽ ആർക്കുമില്ലാത്ത ശ്രേഷ്ഠത ദൈവം നിൻ്റെ മേൽ പ്ലേസ് ചെയ്തിരിക്കുക. ശക്തിയോടെ കൈകളടിച്ച് നമ്പർ 4, എക്സലൻസ് അട്രാക്ട്സ് പ്രൊമോഷൻ. ഉത്കൃഷ്ടത സ്ഥാനക്കയറ്റത്തെ ആകർഷിക്കുന്നു. എല്ലാം എക്സലൻ്റ് ആയിട്ട് ചെയ്യുന്നവർക്ക് എന്ത് വരും? പ്രൊമോഷൻ വന്നുകൊണ്ടിരിക്കും. ആർക്കും ഇടിച്ചു താഴ്ത്താൻ സാധ്യമല്ല. ബിക്കോസ് പ്രൊമോഷൻ കംസ് ഫ്രോം ദ ലോർഡ്. പ്രൊമോഷൻ വരുന്നത് നിൻ്റെ തൊട്ടുമുള്ള ബോസിൽ നിന്നോ മാനേജറിൽ നിന്നൊന്നും അല്ല, MDയിൽ നിന്നല്ല. പ്രൊമോഷൻ, ദൈവവൈതലിൻ്റെ പ്രൊമോഷൻ വരുന്നത് ദൈവത്തിൽ നിന്നാണ്. വിശ്വസിച്ച് കൈയടിച്ചാൽ മതി. 6:3 രാജാവ് ആദ്യം വായിച്ചു. അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. രാജാവ് തന്നെ അങ്ങ് തീരുമാനിച്ചു. ആരുടെ റെക്കമെൻഡേഷൻ വേണ്ട. അവൻ പൊളിറ്റിക്കലി ക്യാമ്പയിൻ ചെയ്തില്ല, റെക്കമെൻഡേഷൻ ലെറ്റേഴ്സ് ഇല്ല, ഒന്നുമില്ല. രാജാവ് അങ്ങ് ചിന്തിക്കുക. രാജാവിൻ്റെ ഉള്ളിൽ തന്നെ തോന്നി. എന്തുകൊണ്ട് തോന്നി? ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി, ഹീസ് എക്സലൻറ്റ്, ഹിസ് വർക്ക് ഈസ് എക്സലൻറ്റ്. ആരെന്തെല്ലാം അവനെതിരെ പറഞ്ഞാലും ശരി, വലിയ ഒപ്പുശേഖരണം നടത്തിയാലും ശരി, ഡാനിയേൽ ഈസ് എക്സലൻറ്റ്. രാജാവിന് അങ്ങ് തോന്നി. സദൃശ്യവാക്യങ്ങൾ 18:16 എ ഗിഫ്റ്റ് ഓപ്പൺസ് ദ വേ ആൻഡ് ushers the giver into the presence of the great. മനുഷ്യൻ വെക്കുന്ന കാഴ്ചയാൽ അവന് പ്രവേശനം കിട്ടും, അവൻ മഹാന്മാരുടെ സന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. ആമേൻ. എന്ന് വെച്ചാൽ നമ്മൾ എന്ത് കാഴ്ച വയ്ക്കുന്നു, നമ്മുടെ ഗിഫ്റ്റ് എന്താണ്, അതിനെ ഏറ്റവും നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് ഏറ്റവും സൂപ്പറാക്കി എക്സലൻ്റ് ആക്കി വയ്ക്കുമ്പോൾ
സംഭവിക്കുന്നത് അത് എത്തിച്ചേരേണ്ട ഉയരങ്ങളിലേക്ക് അത് നിന്നെ ആനയിച്ചാൽ കൊണ്ടുപോകുള്ളൂ. ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്, ബ്ലെസ്സിങ് സെൻ്ററുകളോട് ബന്ധപ്പെട്ട് ബ്ലെസ്സിങ്ങിലൂടെ കുടുംബത്തിൽ കണക്ട് ചെയ്ത് നിൽക്കുന്നവർക്ക് വേണ്ടി ഇതുവരെ തുറന്നിട്ടില്ലാത്ത ചില വാതിലുകൾ ദൈവം തുറക്കാൻ പോകുകയാണ്. കാരണം എല്ലാം എക്സലൻ്റായി മനുഷ്യർക്കല്ല, ദൈവത്തിന് കർത്താവിനെന്ന വണ്ണം ചെയ്യുന്ന ഒരു രീതി അങ്ങ് കയറി പിടിക്കുമ്പോൾ ചില വാതിലുകൾ ദൈവം അങ്ങ് തുറന്ന് ഭയങ്കരമായൊരു വിശാലതയിലേക്ക് ദൈവം തൻ്റെ ജനങ്ങളെ എത്തിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നമ്പർ 5, എക്സലൻസ് റിഫ്ലെക്ട്സ് ഗോഡ്. ഉത്കൃഷ്ടത ദൈവത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഉത്കൃഷ്ടതയിലൂടെ ലൈഫിൽ റിഫ്ലക്റ്റഡ് ആകുന്നത് എന്താണ്? ദൈവം തന്നെയാണ്. 6-ാം അധ്യായത്തിൻ്റെ 26-27, എൻ്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയേലിൻ്റെ ദൈവത്തിൻ്റെ മുൻപാകെ ഭയഭക്തിയോടെ ഇരിക്കണമെന്ന് ഞാനൊരു തീർപ്പ് കൽപ്പിക്കുന്നു. അവൻ ജീവനുള്ള ദൈവവും എന്നേക്കും നിലനിൽക്കുന്നവനും അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും അവൻ്റെ ആധിപത്യം അവസാനം വരാത്തതുമാകുന്നു. അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. അവൻ ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. അവൻ ദാനിയേലിനെ സിംഹവായിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. നോക്കൂ, ഇത് രാജാവിൻ്റെ സാക്ഷ്യമാണ്. രാജാവ് ഇപ്പോൾ സാക്ഷ്യം പറയും. ആർക്ക്? ദാനിയേലിൻ്റെ ദൈവത്തിനും ഉയർത്തി പറയുക. ഭയങ്കര ആരാധന മനോഭാവത്തോട് പറയും. എന്തുകൊണ്ട്? ദാനിയേൽ ഇതെല്ലാം ചെയ്തതുകൊണ്ട് തനിക്ക് ഇൻക്രിമെൻ്റ് കിട്ടിയെന്നോ ശമ്പള വർധന ഉണ്ടായെന്നോ സ്പെഷ്യൽ പാക്കേജ് കിട്ടിയെന്നോ ഇതൊന്നുമല്ല കാര്യം. ദൈവനാമം മഹത്വപ്പെട്ടു. ഒരു ദൈവത്തിൻ്റെ പൈതൽ ഈ ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുമ്പോൾ ആത്യന്തികമായി നീ സേവിക്കുന്ന ദൈവത്തിൻ്റെ നാമം നിൻ്റെ ചുറ്റിലും മഹിമപ്പെടും. അത് മതി. അതാണ് നമ്മുടെ ലക്ഷ്യം. മത്തായി സുവിശേഷം 5:16 പറയുന്നത്, ലെറ്റ് യുവർ ലൈറ്റ് ഷൈൻ ബിഫോർ അതേഴ്സ് that they may see your good deeds and glorify your Father in heaven. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുന്നിൽ പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യം കൊണ്ട് എല്ലാവർക്കും അറിയാം നീ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നൊരു ദൈവവേദലാണെന്നൊക്കെ എല്ലാ ചുറ്റിലുള്ളവർ അറിയാമോ? അത് സീക്രട്ടാണ്. അറിയാമെങ്കിൽ അവരാദ്യം പറയുന്നത് എന്തായിരിക്കും? അവൻ്റെ ദൈവം, അവളുടെ ദൈവം അവളെ അനുഗ്രഹിച്ചു. എനിക്കും ഒന്ന് പ്രാർത്ഥിച്ചാൽ കൊള്ളാമെന്നുണ്ട്, നിന്നോടൊപ്പം ഒന്ന് പ്രാർത്ഥിക്കാൻ വരണമെന്ന് എനിക്കുമുണ്ട് എന്നവർക്ക് തോന്നാൻ തുടങ്ങും. ഹല്ലേലൂയ. ഏറ്റവും നല്ലൊരു ബിസിനസ് ഡീൽ അവിശ്വാസികളുമായി ചെയ്താൽ അതിലൂടെ അവരും അനുഗ്രഹിക്കപ്പെടുന്നു, നിങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നെങ്കിൽ അതിൻ്റെ സീക്രട്ട് തേടി അവർ വരും. അവർ എൻ്റെ ചെയ്യുന്നത് നിൻ്റെ ദൈവത്തിലായിരിക്കും. ഹല്ലേലൂയ. ഏറ്റവും നല്ല രീതിയിൽ ഒരു ടീച്ചർ ക്ലാസ് എടുത്ത് റിസൾട്ട് ഉണ്ടാക്കിയാൽ ആ സീക്രട്ട് ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. പലരും നിൻ്റെ ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഏറ്റവും നല്ല രീതിയിൽ ഭക്ഷണം പാചകം ചെയ്യാൻ തുടങ്ങിയാൽ അൾട്ടിമേറ്റ്ലി നീ ദൈവ പൈതലെങ്കിൽ മഹത്വം ദൈവത്തിൽ എത്തിച്ചേരും. ഹല്ലേലൂയ. എന്ത് കാര്യം ഭംഗിയായി ഫെയ്ത്ത്ഫുള്ളായി ചെയ്താലും ഒരു ശുശ്രൂഷ ഏറ്റവും നല്ല രീതിയിൽ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയാൽ മഹത്വം കിട്ടുന്നത് ആർക്കാണ്? ദൈവത്തിനാണ്. ഈ സ്പിരിറ്റ് ഓഫ് എക്സലൻസ് കൾട്ടിവേറ്റ് ചെയ്തെടുക്കുവാനുള്ള ചില ടിപ്സ് കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. കൾട്ടിവേറ്റിംഗ് ദ സ്പിരിറ്റ് ഓഫ് എക്സലൻസ്, ഉത്കൃഷ്ടതയുടെ ആത്മാവിനെ വളർത്തിയെടുക്കുക. അതിനുവേണ്ടി ചില കാര്യങ്ങൾ. ഒന്ന് ദിനം പ്രതി ദൈവത്തോടൊപ്പം നടക്കുക. ദൈവത്തോട് കൂടെ നടക്കണം. പറഞ്ഞേ, ദൈവത്തോട് കൂടെ നടക്കണം. കാരണം ദാനിയേൽ നേരത്തെ നാം പറഞ്ഞതുപോലെ എപ്പോഴും ദൈവവുമായി ഇൻട്രാക്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. നിങ്ങൾ എത്ര പേർ ജോലി ചെയ്യുന്നതിന് മുമ്പ്, ജോലി തുടങ്ങുന്നതിന് മുൻപ് പ്രാർത്ഥിക്കാറുണ്ട്? ഒരു കൊച്ചു പ്രാർത്ഥന, കർത്താവേ ഹെൽപ്പ് മീ. എന്ത് ജോലി, വീട്ടു ജോലിയാകട്ടെ, അതാകട്ടെ, നേഴ്സാകട്ടെ, ഹോം നേഴ്സാകട്ടെ, കർത്താവേ ഞാൻ നോക്കുന്ന രോഗി, ഒരു ഹോം നേഴ്സാണെന്നിരിക്കട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവേ ഞാൻ നോക്കുന്ന രോഗി പെട്ടെന്ന് ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ
ചിലർ ഓപ്പോസിറ്റ്, കർത്താവ് വേഗം തട്ടിപ്പോണേ, അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ കാണും. പക്ഷേ ഞാൻ നോക്കുന്നൊരു രോഗി പെട്ടെന്ന് സൗഖ്യമാകാൻ എൻ്റെ കൈകളിലൂടെ അങ്ങയുടെ രോഗസൗഖ്യം പുറത്തു വരണമേ. അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഞാൻ ഇന്ന് ഓർക്കുന്നു, ഞാനന്ന് രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും 10th പഠിക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കോ നോട്ട് ബുക്കോ തുറക്കുന്നതിന് മുമ്പ് ആദ്യം പ്രാർത്ഥിച്ചിട്ടേ ചെയ്യും. ക്വസ്റ്റ്യൻ പേപ്പർ പരീക്ഷയ്ക്ക് കയ്യിൽ കിട്ടിയാൽ പേന തുറക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം പ്രാർത്ഥിക്കും. പേന ഓപ്പൺ ചെയ്ത് റോൾ നമ്പർ എഴുതുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ടല്ലാതെ ചെയ്യില്ല. ദൈവാശ്രയം. We are serving an excellent God. When we are connected to this excellent God, that excellence will be imparted on us. Amen. 2, അല്പകാര്യങ്ങളിൽ വിശ്വസ്തൻ ആയിരിക്കുക. ചെറിയ കാര്യങ്ങൾ പോലും വിശ്വസ്തത കാണിക്കണം. ഒത്തിരി പേരും ശ്രദ്ധ വലിയ കാര്യങ്ങളിലാണ്. ദൈവം നോക്കുന്നത് വലിയ കാര്യങ്ങളല്ല, ചെറിയ കാര്യങ്ങളാണ്. ലൂക്കോസിന്റെ സുവിശേഷം 16:10 കർത്താവ് പറഞ്ഞു, അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തനായിരിക്കും. നമ്പർ 3, കീപ് ലേണിംഗ്. പഠിക്കുന്നത് നിർത്തരുത്. എപ്പോഴും കൂടുതൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. പഠിക്കുന്ന ഒരിക്കലും നിർത്തരുത്. മരിക്കുന്ന അന്ന് വരെ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ ഇത്രയൊക്കെ പ്രായമായില്ലേ, ഇനിയിപ്പോൾ എന്താ, അങ്ങനത്തെ ഒരു ഭാവത്തിൽ ആരും ജീവിക്കരുത്. മരണം വരെ എന്തെങ്കിലുമൊക്കെ കൂടുതൽ കാര്യങ്ങൾ, വചനം പഠിക്കാം, പുതിയ കാര്യങ്ങൾ പഠിക്കാം, പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം. എപ്പോഴും ജീവിതത്തിൽ പഠിച്ചുകൊണ്ടേയിരിക്കണം. നമ്പർ 4, നിങ്ങൾ ആരംഭിക്കുന്നത് പൂർത്തിയാക്കുക. ഫിനിഷ് വാട്ട് യു സ്റ്റാർട്ട്. എന്തെങ്കിലും കാര്യം തുടങ്ങിയാൽ തീർക്കണം. ദൈവം പറയുവാണെങ്കിൽ നിർത്തിക്കും. അല്ലാത്ത എല്ലാം എന്ത് ചെയ്യണം? തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കണം. സഭാപ്രസംഗി 7:8 എന്താ പറഞ്ഞിരിക്കുന്നത്? എഴുതിയിട്ടുണ്ടോ? ഇല്ല. മലയാളത്തിൽ സഭാപ്രസംഗി 7:8 അതാണ്. ഒരു കാര്യത്തിൻ്റെ ആരംഭത്തേക്കാൾ അതിൻ്റെ അവസാനം നല്ലത് എന്ന് വെച്ചാൽ, തുടങ്ങുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ രീതിയിൽ ഗ്ലോറിയസ് ആയി അതിനെ കൊണ്ടുപോയി അവസാനിപ്പിക്കണം. ഹല്ലേലൂയ. നമ്പർ 5, ഗിവ് ഗോഡ് ദ ഗ്ലോറി. ദൈവത്തിന് മഹത്വം നൽകുക എന്ന് വെച്ചാൽ, എല്ലാം ചെയ്തു കഴിയുമ്പോൾ ഞാൻ ചെയ്തു, എൻ്റെ മിടുക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീമ്പിളക്കാതെ, ദൈവകൃപയാൽ ദൈവസഹായത്താൽ എനിക്കതിങ്ങനെ തീർക്കാൻ സാധിച്ചു എന്ന് വിനയത്തോടെ പറയാൻ നമുക്ക് സാധിക്കണം. 1 കൊരിന്ത്യർ 10:31 പറയുന്നത്, ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. ഹല്ലേലൂയ. ഇതിനകത്ത് വിദ്യാർത്ഥികൾ ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്താം. സ്റ്റുഡൻസ്, എനിവേ കൈ ഇങ്ങനെ വീശ്. ഇങ്ങനെ ഒന്ന് ചിന്തിക്കുക, നിങ്ങളുടെ ആൻസർ പേപ്പർ വാല്യൂ ചെയ്യുന്നത് യേശു ആണെന്ന് വിചാരിക്കും. പരീക്ഷയ്ക്ക് എഴുതി നിങ്ങളുടെ ആൻസർ ഷീറ്റ് വാല്യൂ ചെയ്യുന്നത് യേശു ആണെങ്കിൽ എങ്ങനെ എഴുതും? അങ്ങനെ എഴുതുക. ബിസിനസ്സുകാർ ചിന്തിക്കുക, ഈ ബിസിനസ് റൺ ചെയ്യുന്നതിൻ്റെ എൻ്റെ സീനിയർ പാർട്ട്ണർ യേശു ആണെന്നിരിക്കട്ടെ. എങ്ങനെ റൺ ചെയ്യും? ഒരു പാർട്ട്ണർ യേശുവാണ്. വല്ല വെട്ടിപ്പും തട്ടിപ്പും നടത്താൻ പറ്റുമോ? ചതിച്ചു വല്ലതും ചെയ്യാൻ പറ്റുമോ? യേശുവാണ് സീനിയർ പാർട്ട്ണർ. വീട്ടമ്മമാർ, വീട്ടുകാര്യങ്ങളൊക്കെ നോക്കുന്നവർ, പല വീടുകളിലും ചെല്ലുമ്പോൾ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർ പറഞ്ഞിട്ടല്ലാതെ വരരുത്. എന്താ എൻ്റെ അർത്ഥം? പാസ്റ്റർ പറയാതെ വീട്ടിലോട്ട് വരരുതെന്ന്. എന്താണ് അതിൻ്റെ അർത്ഥം? പാസ്റ്റർ വരുന്നതിന് മുമ്പ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കാൻ വേണ്ടി കുറേ അതും ഇതൊക്കെ ഉണ്ട്, തുണിയൊക്കെ അവിടെയൊക്കെ കിടക്കും, അവൻ്റെ എല്ലാം. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ഒരാൾ അലമാര അടി കയറിയിരിക്കുന്നു. കാരണം അവിടെ എന്താണോ സാധനങ്ങളൊക്കെ തപ്പി. ഞാൻ നേരെ കണ്ടതാണ്. എന്നെ വെൽക്കം ചെയ്യാനല്ല, പുള്ളി അലമാര അടിയിൽ പോയിട്ട് സാധനങ്ങൾ എടുക്കുക. എന്നെ പേടിച്ചിട്ട് പാസ്റ്റർ എന്തെങ്കിലും പറയുമെന്ന് വെച്ചിട്ട് അതൊക്കെ ക്ലീൻ ആക്കുക.
ആ വീട്ടിൽ യേശു താമസിക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? ആ വീട്ടിൽ, നിങ്ങളുടെ വീട്ടിൽ യേശു ഗസ്റ്റായിട്ടോ മെമ്പറായിട്ടോ ഫാമിലി യേശു അവിടെ ഉണ്ട്, എങ്ങനെ വൃത്തിയാക്കിയിടും? അതുപോലെ ചെയ്യുക. ജോലി ചെയ്യുന്ന എല്ലാവരും ആ സ്ഥാപനം യേശുവാണ് നടത്തുന്നതെന്ന് വിചാരിക്കുക, എങ്ങനെ ചെയ്യും? അതുപോലെ ചെയ്യുക. ശുശ്രൂഷയുടെ പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ട, യേശുവിൻ്റെ ആണ് എന്നെല്ലാവർക്കും അറിയാം. കേട്ടിട്ട് കൊതി വരുന്ന എത്ര പേരുണ്ട്? ഇങ്ങനെയൊക്കെ ആകണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈവർത്ത്, അവരൊന്ന് എഴുന്നേൽക്ക്. തിന്നാലും പറഞ്ഞേ, കുടിച്ചാലും എന്ത് ചെയ്താൽ അവൻ്റെ മഹത്വത്തിനായി. ഈ രീതിയിൽ ബ്ലെസ്സിങ് ടുഡേക്കാരൊന്ന് ജീവിച്ചാൽ എന്തായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്? എന്തായിരിക്കും അയൽപക്കത്ത് നടക്കാൻ പോകുന്നത്? എന്തായിരിക്കും നിങ്ങളുടെ വീട്ടിൽ നടക്കാൻ പോകുന്നത്? എന്തായിരിക്കും സഭയിൽ നടക്കാൻ പോകുന്നത്? എല്ലാം സൂപ്പർ, എക്സലൻസ്. ചെയ്യാൻ വേണ്ടി ചെയ്തു തീർക്കുമല്ലോ. എങ്ങനെ? ഓ തീർത്ത് തൊല്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത്. എങ്ങനെയാണ്? പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെന്ന വണ്ണം, ലോകത്തിൽ വേറെ ആരും ചെയ്യാത്തത് പോലെ. അപ്പോൾ ചിലത് പറയും, എനിക്ക് അങ്ങനെ വലിയ കഴിവൊന്നുമില്ല പാസ്റ്ററെ. ഉള്ളത് ചെയ്താൽ മതി. നിൻ്റെ ബെസ്റ്റ്, അതാണ് ഉദ്ദേശിക്കുന്നത്. എക്സലൻറ്റ്. നിങ്ങൾക്ക് ഭൂമിയിൽ ചെയ്യാവുന്നതിൽ ഏറ്റവും നന്നായിട്ടെല്ലാം ചെയ്യുക.